ടി.പി. മാഷ് ഇവിടെ താങ്കൾ നേരത്തെ അനുരാഗ് താക്കൂറിൻ്റെ കാര്യം പറഞ്ഞു. അനുരാഗ് താക്കൂർ അത് മാത്രമല്ല പറയുന്നത്, റായ്ബറേലിയിൽ 2 ലക്ഷത്തിലധികം വ്യാജ വോട്ട്, 71,977 വിലാസങ്ങൾ, 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, വയനാട് കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞു. വയനാട് വ്യാപകമായി കള്ളവോട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തി എത്രയോ മുകളിൽ, 2 ലക്ഷത്തി എത്രയോ മുകളിലാണ് കള്ളവോട്ടെന്ന് പറയുന്നത്. ടി.പി. മാഷ്, ഇത് BJPക്ക് വിവരം കിട്ടുന്നത് എങ്ങനെയാണ്? ഹാഷ്മിക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല. ഹാഷ്മിക്ക് കേരളത്തിലെ കോടതിയിൽ വിശ്വാസമില്ല. BJPയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത എനിക്ക് മനസ്സിലാക്കാം. ഇന്ത്യ രാജ്യത്തെ കോടതിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഹാഷ്മി, നമ്മുടെ ധാരണകളൊക്കെ പലപ്പോഴും തെറ്റി. ഇതിനൊക്കെ എത്ര കാലമാണ് ആയുസുള്ളത്? ഞാൻ ഒന്നുകൂടെ വളരെ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ വോട്ടർ ലിസ്റ്റിൻ്റെയും തെരഞ്ഞെടുപ്പ് മാനിപ്പുലേഷനെയും കുറിച്ച് ഒരു സമഗ്ര അന്വേഷണത്തിന് ജനങ്ങളെ നിങ്ങളിങ്ങനെ കൺഫ്യൂഷനിൽ നിർത്താതെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? ഞാൻ ആധികാരികവും വിശ്വാസവുമായ തെളിവ് വെച്ച് പറയും. കേരളത്തിൽ നിങ്ങൾ ഒരു 20 കേസ് എടുത്താൽ 19 കേസിലും തെരഞ്ഞെടുപ്പ് മാനിപ്പുലേഷനിൽ 1-ാം പ്രതി CPM ആയിരിക്കും. അതിൻ്റെ 2% കേസിലെങ്കിലും കോൺഗ്രസ് ആയിരിക്കും. ഇതല്ലാതെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ എൻ്റെ വാദം വിട്. എന്റെ എച്ച് സലാമിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് അല്ല, നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ഇടപെട്ടില്ല സലാം. നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല. അവസാന റൗണ്ടൊക്കെ നിങ്ങൾ ഇടപെട്ടോ. ഇപ്പൊ തുടക്കത്തിലെ എന്റെ ചങ്ക് കയറല്ല. നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്റെ സുഹൃത്താ, വളരെ കൃത്യമായിട്ട് ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നു. സാർ കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ ഹാഷ്മി മിണ്ടില്ല. ഇത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാറാട് ഡിവിഷനിൽ 1291 നമ്പർ വീടേ ഇല്ല. ആ വീട്ടിൽ എത്ര വോട്ടുണ്ട്? ആ വീട്ടിലുമുണ്ട് 100 ചില്ലാനും വോട്ട് ആ വീട്ടിലുമുണ്ട്. ഇല്ലാത്ത വീട്ടിൽ ഹാഷ്മിക്ക് പൊള്ളില്ല. കോഴിക്കോട് ഞാൻ നേരത്തെ ചില കഥ പറഞ്ഞു. ഹാഷ്മിക്ക് പൊള്ളില്ല. നമ്മൾ ഒരു വഴിയില്ല, നമ്മൾ ഒറ്റ വഴിയില്ല. കാര്യം എന്താ അറിയോ? രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരി എന്ന് പറയാ. BJPയുടെ നേതാവ് വന്നിരുന്ന്, BJPയുടെ നേതാവ് പറയുന്നത് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ മാഷ, ഇതൊന്ന് അന്വേഷിക്കാൻ ഈസിയോട് പറ. രാഹുൽ ഗാന്ധി അല്ലെന്നേ, ഈസിയോടല്ലോ അന്വേഷിക്കേണ്ടത്. ആദ്യം തന്നെ പണി എന്താണെന്നറിയോ ഹാഷ്മി? ചാനലിൽ നിങ്ങൾ നിർത്തൂ, ഞാൻ പറയാം. നിങ്ങൾ നിർത്തിയാൽ ഞാൻ പറയാം. ഇലക്ഷൻ കമ്മീഷന്റെ മാത്രം പണിയൊന്നും അല്ല ഹാഷ്മിയ ഇത്. ഹാഷ്മിക്ക് അറിയോ രാജണ്ണ രാജിവെച്ചപ്പോൾ പറഞ്ഞ എന്താ? നമ്മളുടെ ഭരണത്തിൽ നമ്മൾ നിശ്ചയിച്ച ആളുകൾ നിശ്ചയിച്ച് ചുമതലപ്പെടുത്തിയ BLOമാർ, അത് പരിശോധിക്കാൻ നിശ്ചയിച്ച BLAമാർ, അവർ പണിയെടുത്തിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. ഹാഷ്മി കേട്ടിരുന്നു ആ വാർത്ത? ഹാഷ്മിക്ക് അത് ഉൾക്കൊള്ളും. വീണ്ടും ഹാഷ്മി, നിങ്ങളിപ്പോൾ തൃശ്ശൂരിലെ ചർച്ചയും സങ്കടവുമാണല്ലോ നിങ്ങളെ അലട്ടുന്നത്. ഇന്നത്തെ പത്രത്തിൽ ഹാഷ്മി തൃശ്ശൂരിലെ DCCയുടെ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? തൃശ്ശൂരിൽ കോൺഗ്രസുകാർക്കിടയിലുള്ള തമ്മിലടിയാണ് തോൽപ്പിക്കാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ പേരറിയോ ഹാഷ്മിക്ക്? P. യതീന്ദ്രദാസ്. ഞാൻ ഹാഷ്മി വെക്കുന്ന മാതിരി പൊയ്വടി വെക്കുകയല്ല. മുൻ DCC സെക്രട്ടറി പറയുന്നു, ഇന്ന് പറയുന്നു. ഇതൊക്കെ തോറ്റതിന് പറയുന്നത് ന്യായമാണ്. ഇനി ഹാഷ്മിയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് കണ്ടറിയുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ രാവിലത്തെ തുള്ളിക്കളി ഹാഷ്മി ഒന്ന് സമയം കിട്ടുമ്പോൾ എടുത്തു നോക്കുക. അങ്ങ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാവിലത്തെ നിങ്ങൾ തുള്ളിക്കളി ഒന്ന് മറന്നു നോക്കുക. ത്രിപുരയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹാഷ്മി വോട്ടർ പട്ടികയിലെ തുള്ളിക്കളി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഹരിയാനയൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ, ഒന്ന് വ്യക്തമാവട്ടെ, കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. ഉഡായിപ്പിക്കൂടെ ജയിച്ചതാണോ കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ. എന്നിട്ട് തുള്ളിക്കളെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ വോട്ടർ പട്ടികയിലെ മിൻഡാദേവി 124 വയസ്സ് കന്നി വോട്ടർ. മിൻഡാദേവി 124 വയസ്സ് കന്നി വോട്ടർ. എവിടെയാണ്? SIR ബീഹാറിലാണ് കേട്ടോ. അവിടെ ബീഹാർ കുത്തുങ്കോമയും, അച്ഛന്റെ പേര് കുത്തകോമ, അച്ഛന്റെ പേര് ABCDEFGH ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തുള്ളിക്കളെ നമുക്ക് പറയാം. കേരളത്തിലെ കുത്തും കോമി ഹാഷ്മിയെ വേദനിപ്പിക്കാത്തത് എന്താ? താങ്കൾ ഈ പറഞ്ഞത് എന്താണെന്നറിയോ? താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോരി ആരോപണം ശരിയാണെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇലക്ഷൻ കമ്മീഷൻ ഒന്നിനും കൊള്ളാത്തതാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രത്തോളം ഗുരുതരമായി. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, വയനാട്
വയനാട് 2 ലക്ഷം കള്ളവോട്ട്, റായ്ബറിൽ 71,000 കള്ളവോട്ട്. ഈ ഈസി ഒന്നിനും കൊള്ളാത്തതാണ് ടി പി ജയചന്ദ്രൻ മാഷ് പറയാ അല്ലേ? അല്ല, അത് അതല്ലേ രാഹുൽ പറയുന്നത്. ഹാഷ്മിയുടെ അത്ര വിവരം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാ ഞാൻ അല്ല, എനിക്ക് ഹാഷ്മിയുടെ അത്ര വിവരം ഇല്ലാത്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ടായിരിക്കും ഹാഷ്മിയുടെ വീട്ടിലെ ബൂത്തിലെ വോട്ട് ചേർത്തത് അല്ലേ ഹാഷ്മി? ഹാഷ്മിക്ക് അറിയോ സാർ രാജണ്ണ പറഞ്ഞത് എന്താ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ സംസ്ഥാന കമ്മീഷൻ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് തെരഞ്ഞെടുപ്പ് പരിഷ്കരിക്കുന്നു ഹാഷ്മി. റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ മുൻതൂക്കം നൽകുന്നത്. ആരാണ് ഹാഷ്മി കേരളത്തിലെ റവന്യൂ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്? കലക്ടർ അല്ലേ ഹാഷ്മി, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ടി പി ജയചന്ദ്രൻ മാഷെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മൾ ഈ രാജ്യം ഉണ്ടായത് മുതൽ മഹിതമായ, ഇപ്പോഴാണല്ലോ ആ പാരമ്പര്യം ഇല്ലാതായി പോയത്, മഹിതമായ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഇത്രമാത്രം അപ്രസക്തമാണെന്ന് പരിഹസിക്കല്ലേ അതിനെ മാഷേ? ഇത്രമാത്രം അപ്രസക്തമായ ഒരു പല്ലും നഖവുമില്ലാത്ത കഴിവുകെട്ട സംവിധാനമാണെന്ന് പരിഹസിക്കല്ലേ ടി പി? നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനമല്ലേ അത്? ഹാഷ്മിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് മനസ്സിലാവും. MS ഗിൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ ഹാഷ്മി സാർ? മഹിതമായ പാരമ്പര്യം ഹാഷ്മി സാറിന് അറിയോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കോൺഗ്രസ് MP ആക്കി. ഇനി കേരളത്തിലുണ്ടായിരുന്നു ഹാഷ്മി ഒരു ടിക്കാറാം മീണ. അറിയുമോ ഹാഷ്മിക്ക്? അല്ല, കോൺഗ്രസ് MP BJP MP ആക്കിയുള്ള കാര്യം പറഞ്ഞാലേ അത് സുപ്രീം കോടതി പോണ്ടി. അല്ല, നമ്മുടെ വിഷയം അല്ല മാഷെ. എന്റെ ചോദ്യം ഞാൻ പറയുമ്പോ എന്റെ ചോദ്യം, ഈ പറഞ്ഞ റായ്ബറേലിയിലെ 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിനെ പറ്റി, 71,977 കള്ളവോട്ടിനെ പറ്റി BJPക്ക് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? വിമർശിക്കാൻ ഹാഷ്മിക്ക് എന്റെ വാദഗതി കേട്ട ശേഷം ഉത്തരം പറയാനുള്ള ആത്മധൈര്യം ഇല്ലേ ഹാഷ്മി? എന്റെ വാദം പൂർത്തിയാക്കിയിട്ട് എന്നെ ഖണ്ഡിക്കാനുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടോ? നമുക്കങ്ങനെ വിശാലമായി പറയാൻ സമയമില്ല. നമുക്കങ്ങനെ വിശാലമായി പറയാൻ സമയമില്ല. MS ഗില്ലിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് JM ലിങ്ഡോയെ പറ്റി പറയേണ്ടി വരും. ജോസഫ് മൈക്കിൾ ലിങ്ഡോ എന്ന അങ്ങയുടെ നേതാവ്, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വർഗീയമായി പറഞ്ഞ കാര്യം പറയേണ്ടി വരില്ലേ? നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ജോസഫ് മൈക്കിൾ ലിങ്ഡോ ആണെന്നും ഇറ്റലിക്കാരനാണോ എന്ന് ഏതോ മാധ്യമപ്രവർത്തകൻ ചോദിച്ചുവെന്നും സോണിയാഗാന്ധിയും ലിങ്ഡോയും എന്താണ് ക്രൈസ്തവ ദേവാലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നാരോ ചോദിച്ചു. ഉണ്ടാകാം എന്ന് മറുപടി പറയേണ്ടി വരും. നമ്മുടെ സമയമല്ല, നമുക്ക് സമയമില്ലേ? ജംബോല ശരി. എന്റെ ചോദ്യം ഒരു മാധ്യമമാണ് നിങ്ങൾ. എന്റെ ചോദ്യം എന്റെ വാദഗതികൾ അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ഇടയ്ക്ക് കയറിയിട്ട് എന്റെ വാദഗതി കേൾക്കാൻ നിങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയാൻ സമ്മതിക്കുക. എന്താ ചോദ്യം ഒന്ന് ആവർത്തിക്കും, ഞാൻ കേട്ടില്ല. 71,977 കള്ളവോട്ടുകൾ റായ്ബറയിൽ ഉണ്ട്. വയനാട് 2 ലക്ഷത്തിൽ അടുത്ത് വ്യാജ വോട്ടുണ്ട്. 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ റായ്ബറയിലുണ്ട് എന്ന് BJP അനുരാഗ് താക്കൂർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഹാഷ്മിക്ക് അറിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ എന്നൊരു വാക്ക് ഹാഷ്മി കേട്ടിട്ടുണ്ടോ? ഹാഷ്മി അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കി ഒന്ന് പറഞ്ഞേക്ക്. അല്ലല്ല മാഷ, അതല്ല അത് എന്റെ ചോദ്യം അതല്ല. താങ്കൾക്ക് നന്നായിട്ട് അറിയാം. സ്പെഷ്യൽ ഇൻസെന്റീവ് അല്ലെന്നേ നിങ്ങൾ കേട്ടത് അല്ല ഇത് അല്ല. താങ്കൾ എനിക്കറിയില്ല ഹാഷ്മി, നിങ്ങളൊന്ന് പറയും. അല്ല, എന്താണ് ഈ സ്പെഷ്യൽ ഇൻസെന്റീവ്? എന്റെ മാഷെ, എന്റെ ചോദ്യം ഈ റായ്ബറിലെ കള്ളവോട്ട് BJP കണ്ടെത്തി എങ്ങനെയാണ്? നേരിട്ട് ചോദ്യം. താങ്കൾക്ക് ബോധ്യമുണ്ട്? എനിക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞോളൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരമാണ്. എന്താ റായ്ബറിൽ SIR? ഞാൻ ചോദിച്ചതിന്റെ മറുചോദ്യമായിട്ട് കണ്ടോളൂ നിങ്ങൾ. അല്ല, എങ്ങനെയാണ് റായ്ബറേലിയിൽ 19,000 കള്ളവോട്ടുണ്ടെന്നായി കണ്ടെത്തിയ SIR? റിവിഷൻ എന്നാൽ അല്ല ഒരൊറ്റ റായ്ബറേലിയിലെ 71,000 കള്ളവോട്ടിനെ പറ്റി അനുരാഗ് താക്കൂർ മനസ്സിലാക്കിയത് SIR-ലൂടെയാണോ? 100 ചോദ്യം ചോദിച്ചില്ലേ താങ്കൾ? 100 ചോദ്യം ചോദിച്ചില്ലേ? എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് എനിക്ക്. എന്താണ് താങ്കൾ മനസ്സിലാക്കിയ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ? BJP പറയുന്നത് ഇത് എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താ? ഞാൻ പറഞ്ഞേ BJP പറയുന്നത് വിട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനോട് ഹാഷ്മിയുടെ നിലപാട് എന്താ? അന്ന് പറഞ്ഞാൽ BJP പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇവിടെയുള്ള ഏതോ ഇല്ലാത്ത വോട്ടൊക്കെ ഒഴിവാക്കുകയാണെന്ന് പറയുന്നു. ആധാർ അവിടെ സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു, ഇലക്ഷൻ ID സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു, റേഷൻ കാർഡ് സ്വീകരിക്കാൻ കഴിയാത്ത രേഖയാക്കുന്നു. ആധാറൊക്കെ നമ്മൾ ഓടിപ്പോയെടുത്താണ് കേട്ടോ. നമ്മുടെ സകല കാര്യങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈസി പറയണം വിശ്വസിക്കാൻ കൊള്ളാത്ത രേഖ എന്ന് പറയാം. അപ്പോൾ അതും പോട്ടെ. സുപ്രീം കോടതി കേസ് കേട്ടോണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മരിച്ച ഒരു വോട്ടറെ കൊണ്ട് നിർത്തി യോഗേന്ദ്ര യാദവ് അല്ലേ? അല്ല, അപ്പൊ സുപ്രീം കോടതി വിധി വരട്ടെ, അത് ഞാൻ പറയാം. മാഷ, എന്റെ ചോദ്യം, 71,000 കള്ളവോട്ട് റായ്ബറിലുണ്ട് കാര്യം അനുരാഗ് താക്കൂർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? പൊയ്വടി അല്ലെങ്കിൽ പറ പ്ലീസ്. അത് പറഞ്ഞത് പൊയ്വടി അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാമോ? അല്ല ഹാഷ്മി ഇപ്പൊ ചോദിച്ചില്ലേ, മരിച്ച ഒരാളെ ഒന്ന് പ്ലീസ് മരിച്ച ഒരാളെ കൊണ്ടുവന്ന് നിർത്തി. കോടതി എന്താ ചോദിച്ചത്? അല്ല, കോടതിയുടെ മുമ്പാകെ വന്ന് തമാശ കളിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നല്ലോ. ഹാഷ്മിയോട് ഞാൻ ഇതേ ചോദിക്കുന്നു. അത് കോടതി അല്ലേ ചോദിച്ചത് സാറേ, ഈസി ചോദിച്ചതാ.
അത് കോടതി ചോദിച്ചതല്ല, അത് കോടതി ചോദിച്ചതല്ല, സുപ്രീം കോടതിയിൽ ചമ്മി നാശമായി ഈസി ചോദിച്ചതാ. കോടതി അങ്ങനെ ചോദിച്ച കോടതി ചോദിച്ചതല്ല മാഷേ, ഈസി ചമ്മി നാശമായി. എന്താണ് അവിടെ SIR മരിച്ചുപോയ ആൾ, SIR മരിച്ചുപോയ ആൾ കൊണ്ട് നിർത്തിയപ്പോൾ ഈസി ചമ്മി നാശമായി. ഈസി ചോദിച്ചതാ, ഈസിയാ ചോദിച്ചേ. ഞാൻ അയച്ചു തരാം പക്ഷേ കാര്യം മനസ്സിലാക്കാറല്ലേ, കാര്യം മനസ്സിലാക്കാറല്ലേ ഞാനല്ല. എന്താ കോടതി പറഞ്ഞേ? എന്താ കോടതി പറഞ്ഞു? ഞാൻ അയച്ചുതരാം. നമ്മളെല്ലാം കണ്ടതാണ് മാഷ്, അതേ കളന്ന് ചുറ്റണ്ട. ആ ചുറ്റല്ല മാഷെ, വിട്ടേക്ക്. എന്റെ നേർക്കുനേർ ചോദ്യമാണ് മാഷെ. 71,977 കള്ളവോട്ട് റായ്ബറിലുണ്ട് എന്ന് താക്കൂർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? BJP മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കേരളത്തിൽ 2,79,799 വോട്ട് കള്ളവോട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് BJP കൊടുത്ത പരാതി എങ്ങനെയാണെന്ന് ഹാഷ്മി പറ. എങ്ങനെ? കേരളത്തിൽ പത്രസമ്മേളനം വിളിച്ച് അനൂപ് ആന്റണി കേരളത്തിൽ ഈ നിയമസഭാ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2.7 സംതിങ് വരാൻ പോകുന്ന ഇലക്ഷൻ അല്ലേ സാറേ? കള്ളവോട്ടുണ്ട്, വരാൻ പോകുന്ന ഇലക്ഷൻ അല്ലേ? BJP മനസ്സിലാക്കി. അല്ലല്ല വരാൻ പോകുന്ന പറയല്ലേ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ? അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ? രാഹുൽ ഗാന്ധി മഹാദേവ്പുര പറയുമ്പോൾ റായ്ബറേലിയിൽ പോയി 71,977 കള്ളവോട്ടുണ്ടെന്ന് താക്കൂർ പറഞ്ഞത് എങ്ങനെയാണ്? മനസ്സിലാക്കും. ഇലക്ഷൻ കമ്മീഷൻ രേഖ അല്ലാതെ 71,977 കള്ളവോട്ടുണ്ടെന്ന് താക്കൂർ പറഞ്ഞത് എങ്ങനെയാണ്? എന്റെ ചോദ്യം മാഷ് മറുപടിയില്ല. എന്താ പ്രശ്നം അറിയോ? മാഷ് മറുപടി പറഞ്ഞാൽ BJPയുടെ വാദം നുണയാണെന്ന് തെളിയും. അതുകൊണ്ടാണ് മാഷ് മറുപടി പറയാതെ. എനിക്ക് മനസ്സുണ്ട്. അനുരാഗ് താക്കൂർ ചുമ്മാ ആകാശത്തേക്ക് നോക്കി പൊയ്വടി വെച്ചതാണ് തെളിയും. അതുകൊണ്ടാണ് മാഷ് പറയാത്തെ. നിങ്ങൾ ചോദിച്ചു അനുരാഗ് താക്കൂർ പൊയ്വടിയല്ല, അനുരാഗ് താക്കൂർ അങ്ങനെയാണെങ്കിൽ ഇവർ പോട്ടെ മനനഷ്ടത്തിന് ഇൻഫർമേഷൻ കേസ്. പിന്നെയും കേസ്. എന്താ കാശ്മീർ നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇത്ര തരം താഴുമാവും? കേരളത്തിൽ എങ്ങനെയാ ഞങ്ങൾ കോടതി പിടിക്കല്ലേ മാഷേ? മനസ്സിലാക്കിയത് അങ്ങേക്ക് ഉത്തരവില്ലാതാവുമ്പോൾ ഉടനെ കോടതി കയറി പിടിക്കുവാണോ? എന്തെന്നേ താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റ് പ്രകാരമാണ്. ശരി, അത് BJPയുടെ പരാതിയാണ്, അത് BJPയുടെ പരാതിയാണ് അല്ലേ? റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. എങ്ങനെയാണ്? മഹാദേവ്പുരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോലെ. മഹാദേവ്പുര ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പരിശോധിച്ച് പഠിച്ചാണ് അല്ലേ? റായ്ബറേലിയിലെ കള്ളവോട്ട് എങ്ങനെ കണ്ടെത്തിയെന്നാണ് BJP പറയുന്നത്? റായ്ബറേലിയിലെ കള്ളവോട്ട് എങ്ങനെ കണ്ടെത്തിയെന്നാണ് BJP പറയുന്നത്? 2.79 ആഷ്മി വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഏത് വോട്ടർ ലിസ്റ്റ്? ഞങ്ങളുടെ ബൂത്ത് പ്രവർത്തകന്മാരെ ഏൽപ്പിച്ചു. ഇപ്പോഴാണല്ലോ സാറേ അത് പറയുന്നത്. കിട്ടാത്തത് നിങ്ങൾക്ക് ഏത് വോട്ടർ ലിസ്റ്റാ വേണ്ടത്? TP ഏന്ദ്രമാഷെ 7 അടി പൊക്കത്തിൽ 6 മാസം വർക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എടുത്ത് പണിയെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി പണി ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടിയോ? ഓരോ തെരഞ്ഞെടുപ്പിലും ഓക്കെ, എന്നാ സമ്മതിക്കേ, എന്നാ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടിയോ? നിങ്ങൾ ഡീറ്റെയിൽ കിട്ടിയോ? പറയട്ടെ, ഡിജിറ്റൽ എന്തിനാ? ഞങ്ങളുടെ അടുത്ത് വൈറ്റ് പേപ്പറിലുള്ള ഹാർഡ് കോപ്പി ഉണ്ട്. എപ്പോഴത്തേതാ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും നിങ്ങൾ ഇവിടെ വന്ന എന്റെ മേശയ്ക്കകത്തുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓരോ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴും അത് ഫൈനലൈസ് ചെയ്യുമ്പോഴും ഓരോ കോപ്പി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. ഹാഷ്മിക്ക് അറിയോ? അത് പരിശോധിച്ച റായ്ബറേലിയിൽ ഇത്രയും കള്ളവോട്ടുണ്ടെന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞു. ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇമ്പാക്ട് അല്ലേ? ശരി, അപ്പൊ അന്ന് കൊടുത്ത ആ പേപ്പർ അന്ന് പരിശോധിക്കാതെ അല്ലല്ല TP ഏന്ദ്രമാഷെ അന്ന് കൊടുത്ത ആ പേപ്പർ അന്ന് പരിശോധിക്കാതെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പരിശോധിച്ച് പറഞ്ഞെങ്കിൽ സുരേന്ദ്രൻ ചോദിച്ചോ പോയി തൂക്കിച്ചത്തോട് ചോദിക്കാൻ നമുക്ക് ആ നിലവാരമല്ല. അതുകൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല. വിട്ടേക്കൂ. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീ സന്ദീപ് വാര്യർ അല്ല നിങ്ങൾ അത് വേണ്ട. അല്ല അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തല്ല. ഞാൻ ചോദിക്കൂല. മാഷ് ആകെ ചെമ്പോലും കോടതിയിലും പിടിക്കുക. തുടക്കം മുതൽ ചെമ്പോല കോടതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മള് അത് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അത് സത്യമായിരുന്നോ? അത് എന്ത് എത്തിക്സ് ആയിരുന്നു? തുടക്കം മുതൽ മാഷ് ഉത്തരം മുട്ടുമ്പോ ചെമ്പോല എന്ന് പറയും, കോടതി പോകാൻ പറയും, പിന്നെയും ചെമ്പോല എന്ന് പറയും, കോടതി പോകാൻ പറയും. ഓക്കെ, വിട്ടേക്ക്. ഓക്കെ, നമ്മുടെ വിഷയം ചെമ്പോലല്ലേ. നമുക്ക് ചെമ്പോല അടുത്ത ദിവസം ഇരിക്കാം. വീണ്ടും ഇരിക്കാം.